നിങ്ങളൊക്കെ എന്നെ ഇവിടെ പറഞ്ഞതും എന്നോട് പ്രവർത്തിച്ചതും ഒക്കെ എനിക്കറിയാം. രജനി ഇപ്പൊ ഇവിടുന്ന് കയറി എന്നതാ, കെട്ടിക്കേറി. ഇവിടെ നിങ്ങളുടെ സൗഹൃദങ്ങൾ ഇവിടെ ചെല്ല്. എനിക്ക് വേണ്ട നിങ്ങളെ. ഒന്നുമില്ലാതെ എൻ്റെ അരികിലേക്ക് വരികയും വേണ്ട. ഞാൻ കൂട്ടുകൂടിയില്ല. എനിക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് തരാനും എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ. എന്നെങ്കിലും നിങ്ങളുടെ ഐഡിയയിൽ നിന്നും ഒരു കുഞ്ഞു കാശെങ്കിലും എനിക്ക് ഇങ്ങോട്ട് തരുന്ന ആ സമയത്തല്ലാതെ ദേവി പറയുന്നത് സത്യമാണെന്ന്. ഒരു കുഞ്ഞു കാശെങ്കിലും ഇങ്ങോട്ട് തരുമ്പോൾ മാത്രം നിങ്ങളെ ഞാൻ കൂട്ടുകൂടാ. അല്ലാതെ ഒരാളോടും എനിക്കൊരു സ്നേഹവുമില്ല, ദയവുമില്ല, അലിവുമില്ല കേട്ടോ. ദേവി അങ്ങനെയാണ്. ഇനി എന്താണ്? 7558875593. ബാക്കിയുള്ളവരെല്ലാരും വെറുതെ ഇരിക്കാതെ പഴയ ആളുകളും പുതിയ ആളുകളുണ്ടെങ്കിൽ പുതിയ ആളുകളൊക്കെ ദാനധർമ്മം ചെയ്തോളൂ. എത്ര രൂപയാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു പൈസകൾ തരൂ. പെട്രോൾ അടിക്കാൻ ഒരു 500 രൂപ അയച്ചു തരുമോന്ന്? ഇല്ല. കൂട്ടുകാരനോട് പറ. കൂട്ടുകാര് കാണുമല്ലോ, നിങ്ങളോടൊപ്പം നടന്നിട്ടുള്ള കൂട്ടുകാര്. അവരോട് പറയും. ഞാൻ ഇത്രയും വർഷക്കാലം ഇവിടെ കഴിഞ്ഞപ്പോൾ എന്നെ എന്തൊക്കെ പറഞ്ഞതാ. അപ്പൊ ആളുകൾ എൻ്റെ കൂടെ ആളുകൾ, നിങ്ങളുടെയൊക്കെ കൂട്ടുകാരുണ്ടേ കറക്റ്റ് ദേവിയെന്ന്. നിങ്ങളുടെയൊക്കെ സൗഹൃദങ്ങൾ എവിടെ? സൗഹൃദങ്ങൾ എവിടെ? നിങ്ങളുടെ സൗഹൃദങ്ങൾ? ആ സൗഹൃദങ്ങളോട് ചോദിക്ക്. എന്നെ കുറ്റപ്പെടുത്തി നിങ്ങള് പലപ്പോഴും എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സൗഹൃദങ്ങളോട് ചോദിക്ക് പണം. രഞ്ജിത്ത് രവി ഒരു കുഞ്ഞു കാശിട്ടിട്ടുണ്ട്. രഞ്ജിത്ത് രവി 5 രൂപ ഇട്ടിട്ടുണ്ട്. നിഷ KV 51 രൂപ ഇട്ടിട്ടുണ്ട്. കണ്ടേ? നോക്ക്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുകയാണ്. കണ്ടോ? ഞങ്ങളെ കൂടി ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തണം. ഇത് ചർച്ചയൊന്നുമല്ല. സൗമ്യ S 30 രൂപ, പുതിയ ആളാണ്. സൗമ്യ S 30 രൂപ അയച്ചിട്ടുണ്ട്. സൗമ്യ ഒത്തിരി ഇഷ്ടം, പുതിയ ആള്. കണ്ടോ? ഉള്ളത് അയച്ചു തന്നിട്ടുണ്ട്. ഉള്ളത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സൗമ്യ മോളുടെ അക്കൗണ്ട് നമ്പർ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്പർ മുഴുവൻ അവിടെ ചെയ്യണം. നിങ്ങളുടെ ആരുടെയെങ്കിലും നമ്പർ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പബ്ലിഷ് ചെയ്യണം, എൻ്റെ നമ്പർ പ്രസിദ്ധപ്പെടുത്തിക്കോളൂ എന്ന് തുറന്നു പറഞ്ഞ് അവിടെ നിങ്ങളുടെ നമ്പരും കൊണ്ട് എഴുതിയിടണം കേട്ടോ. കേരളത്തിൻ്റെ ചില ശാപജന്മങ്ങൾ. അതെ, നീയാണ് കേരളത്തിന്റെ ഒരു ശാപജന്മം. നീയാ. എന്തുകൊണ്ടാണ് നീ അത് ഇത്രയും നാളും മനസ്സിലാക്കാത്തത്? കേരളത്തിന്റെ അല്ല, നിന്റെ തന്നെ ശാപജന്മമാണ് നീ. കാരണം നിനക്ക് ഇതുപോലെ പൈസ കിട്ടുന്നില്ല. അപ്പൊ നിനക്ക് തോന്നും ശാപജന്മമാണ്. നിന്റെ കയ്യിലോട്ട് ഇത്തിരി പൈസ ഇവറ്റകളെല്ലാം അയച്ചങ്ങോട്ട് തരട്ടെ, അപ്പൊ നിനക്ക് തോന്നത്തില്ല ശാപജന്മമാണ് കേട്ടോ. നീ തന്നെയാണ് നിന്റെ ശാപജന്മം. കേരളത്തിന്റെ അല്ല, നിന്റെ മനസ്സിന്റെ ശാപം ജന്മമാണ് നീ. അതായത് ജീവിച്ചിരിക്കുമ്പോൾ നീ ഒരു നല്ല വാക്ക് ആരോടും പറയുന്നില്ല.
നിനക്ക് തന്നെ നീ ഒരു ശാപജന്മം. കേരളത്തിന്റെ എന്ന് പറയല് നീ നിനക്ക് തന്നെ വലിയൊരു ശാപജന്മം. പക്ഷെ ആരും എന്നെ ശാപജന്മം എന്ന് പറയത്തില്ല. ദേ